നല്ല മഴയാണ്, നല്ല ഉറക്കം വരുന്നുണ്ട്. ബട്ട് we decided to go anyway. So today we started up with warm up and this is നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണിത്. ഇന്ന് ഷോൾഡർ മസിൽസിനുള്ള കളികളായിരുന്നു. സോ മുന്നേ കാണിച്ചിട്ടുള്ള സെയിം കളികളൊക്കെ തന്നെ ഏകദേശം. പിന്നെ ഈ കളി നമ്മൾ ബാർബൽ വെച്ചിട്ടാണ് മുന്നേ കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് മെഷീനിൽ കളിക്കുമ്പോൾ എങ്ങനെയാണ് കളിക്കുക, അപ്രൈറ്റ് റോ. ആൻഡ് അഡീഷണലായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഷ്രഗും കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സസൈസിനെയാണ് ഷ്രഗ് എന്ന് പറയുന്നത്. ഈ എക്സസൈസ് നമ്മുടെ ഷോൾഡറിൻ്റെയും നെക്കിൻ്റെയും സ്ട്രെങ്ത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ നമ്മുടെ ഷോൾഡേഴ്സ് ചെവി വരെ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നിട്ട് പിന്നെ വലിയ താഴ്ത്തി കൊടുക്കുക. സോ ഇന്ന് ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി കളിക്കുന്ന കുറച്ച് കളികളുണ്ട് എന്നുള്ളത്. സോ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് 2.5 മാസമാണ് ആയിട്ടുള്ളത്. ആദ്യത്തെ 2 മാസം ഞാൻ ഇങ്ങനത്തെ കളികളൊന്നും കളിച്ചിട്ടുണ്ടായില്ല. ജസ്റ്റ് മസിൽസിനുള്ള കളികൾ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഒരു 5 years മുന്നേ ഞാൻ സെക്കൻഡ് ഇയർ ഒക്കെ ആയ സമയത്ത് ജിമ്മിൽ പോയ സമയത്ത് അവിടുന്ന് ഞാൻ സ്ഥിരമായിട്ട് കുറച്ച് വർക്കൗട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ ലോവർ ബോഡിക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് കളികൾ സ്ഥിരമായിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നറിയില്ല, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു 2 months ഇങ്ങനെ റെഗുലറായി ചെയ്ത് നോക്കേണ്ടി വരും. സോ ആദ്യത്തെ 2-3 days ഞാനിത് ചെയ്ത സമയത്ത് ചെറിയ ബോഡി പെയിൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേസ്റ്റിൻ്റെ അവിടെയും അതുപോലെ ലോവർ ബോഡിക്കൊക്കെ പെയിൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കളി എഫക്റ്റീവ് ആകുമ്പോഴാണല്ലോ പെയിൻസ് ഉണ്ടാവുക. എങ്കിലും ഇതിൻ്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ ഒരു 2 months ഞാൻ റെഗുലറായി ചെയ്തിട്ട് ഞാൻ പറയാം. സോ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ലോവർ ബോഡിക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്ത് കുറച്ച് എക്സസൈസുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സോ ടോട്ടൽ 6 വേരിയേഷൻസ് ഓഫ് 3 sets വിത്ത് 12 reps ആണ് ഞാൻ കളിക്കാറ്. സോ നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് വൈ ലോവർ ബോഡി. സോ അതിന് മെയിനായിട്ട് നമുക്ക് 3 റീസൺസ് ഉണ്ട്. ഫങ്ഷണൽ റീസൺ ഉണ്ട്, ഫിസിയോളജിക്കൽ റീസൺ ഉണ്ട്, അതേപോലെ എസ്തെറ്റിക് റീസൺസും ഉണ്ട്. സോ ദ ഫങ്ഷണൽ റീസൺസ് ആർ നടക്കാൻ, അതുപോലെ സ്റ്റെപ്സ് കയറാൻ, അതുപോലെ വെയിറ്റുള്ള സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റാൻ, അതുപോലെ നമ്മുടെ ബാലൻസ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ്. പിന്നുള്ളത് ഫിസിയോളജിക്കൽ റീസൺസ് അല്ലെങ്കിൽ ബയോളജിക്കൽ റീസൺസ്. അതായത് നമ്മൾ വുമൻസിൻ്റെ കേസിൽ അധികവും ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഹിപ്സ്, ഗ്ലൂട്ട്സ്, അതുപോലെ തൈസ്. സോ നമ്മുടെ ലോവർ ബോഡിയിലുള്ള ഫാറ്റ്സ് എല്ലാം ബേൺ ഔട്ട് ചെയ്തിട്ട് അവിടെ മസിൽസ് ബിൽഡ് ചെയ്യണം. വുമൻസിൻ്റെ കേസിൽ ഈസ്ട്രോജൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫാറ്റ് ലോവർ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോവർ ബോഡീൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള എബിലിറ്റിയും മെൻസിനേക്കാളും കൂടുതലാവും. ആൻഡ് ബോയ്സിന് മെയിൻലി ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം അപ്പർ ബോഡി സ്ട്രെങ്ത് കൂട്ടാനാണ് അതൊന്നും കൂടി ഹെൽപ്പ് ചെയ്യുക. So men will strengthen their upper body easier than women and women will strengthen their lower body easier than men. സോ എല്ലാ 6 വേരിയേഷൻസും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ്. ഒരു 2.5 kg ഡംബൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വർക്കൗട്ട്സ് ആണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ആൻഡ് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ, സീ യു.